നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള DFCCL, അതായത് DFCCL എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് വേക്കൻസിയാണ്. നമുക്ക് 60,000 70,000 ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി പ്രതീക്ഷിക്കാവുന്ന വേക്കൻസിയാണ്. പിന്നെ അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിലേക്ക് നമ്മൾ എക്സാം സ്കീം എങ്ങനെയാണ്, അതുപോലെ സാലറി എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിലേക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജസ്റ്റ് നിങ്ങൾ GeoCL Eduland എന്നുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണാം. ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ട്. അതുപോലെ ടെലഗ്രാം, വാട്സപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളോരോ ചെറിയ ചെറിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ടായിട്ടും മറ്റു രീതിയിലും പോസ്റ്റായിട്ടൊക്കെ നമ്മൾ അതിലിടാൻ വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലിടും. നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ എന്ന് കാണാം നിങ്ങൾക്കൂടെ. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. 1/DR 2025 നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് ആൻഡ് MTS എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ് കൂടെ കാണാം. 18 ജനുവരി മുതലാണ് ഇതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ആകുന്നത്. ഓൺലൈൻ അപേക്ഷ ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജനുവരി 18. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം കാണിക്കാം. ലാസ്റ്റ് ഡേറ്റ് 16 ഫെബ്രുവരിയാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 16. പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷ ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരുത്താതെ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾക്കൊരു ഫൈനോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറ്റുകൾ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡേറ്റാണ് ഇത്, പ്രത്യേകം ഓർത്ത് വെക്കുക. 23 ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് 27 ഫെബ്രുവരി ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്ത് തെറ്റുകൾ വന്നാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മാക്സിമം നിങ്ങൾ തെറ്റുകളില്ലാതെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള ഓപ്ഷനാണ് ഈ പറയുന്നത്. അതിനൊരു ചാർജ് ഉണ്ടായിരിക്കും. 100 rupees ആയിട്ടാണ് വരുന്നത്. പിന്നെ ടൈമും വേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ക്യാഷും കളയേണ്ട. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 2 സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് വരുന്ന ഡേറ്റ് ഇവിടെ ഏകദേശം ഡേറ്റ് ആണ് കേട്ടോ. അത് വരുന്നത് ഏപ്രിൽ ആയിരിക്കാം, 2025 ഏപ്രിലായിരിക്കാം. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 2025 ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീൻ ടെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നുമില്ല. അതായത് ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് PET ഉണ്ട്. ഓക്കെ, ആ PETൻ്റെ കണ്ടീഷൻസ്, ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും 2025 നടക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അത്യാവശ്യം വേക്കൻസി ഒക്കെ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ, മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫംഗ്ഷനിങ് ആ ഒരു ടൈം പീരീഡിൽ 10 മുതൽ നിങ്ങൾക്ക് 5 വരെ വിളിക്കാവുന്നതാണ് ഡേ ടൈമിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ മാനേജറാണ്. ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് 50,000 മുതൽ 1,60,000 E2 ലെവലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി 3 വേക്കൻസിയാണ് ആകെ വിളിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ജനറൽ വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി SCക്ക് STക്ക് കൂടെ വേക്കൻസി ഇല്ല. പിന്നെ OBCക്ക് 2 വേക്കൻസി എങ്ങനെയാണ്. ഓക്കെ, ഇതിൽ PWDക്കും എക്സ് സർവീസിന് റിസർവ് വേക്കൻസി ഇല്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കാണാം പോസ്റ്റ് കോഡ് 11 ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് CA അല്ലെങ്കിൽ CMA നിങ്ങൾ ഫൈനൽ എക്സാം പാസ്സായിരിക്കുക എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അടുത്ത പോസ്റ്റോടെ കാണാം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിലേക്ക് 30,000 മുതൽ 1,20,000 ഇതിൽ പേ ലെവൽ വരുന്നത്. E0 ആണ് വരുന്നത്. ഇതിലേക്ക് 36 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ ജനറൽ 16, SC 5, ST 3, OBC 9, EWS 3 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. PWDക്ക് 2 വേക്കൻസിയും എക്സ് സർവീസിന് 5 വേക്കൻസി റിസർവ് വേക്കൻസി ഉണ്ട്. അതിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 21 പോസ്റ്റ് കോഡ് വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. അങ്ങനെയുള്ളവർ ഓക്കെ, കാരണം ഞാൻ ഇവിടെ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വൈസ് ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. BE or BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അതുപോലെ ഡിപ്ലോമ ഇവിടെ 3 year എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാറ്ററലിലൂടെ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ പറയാം. കാരണം നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ട, മീൻസ് നിങ്ങൾ സീക്ക് ചെയ്ത് കാണേണ്ട, നിങ്ങൾ അബദ്ധം പറ്റേണ്ട വെച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 year ഡ്യൂറേഷനുള്ള ലാറ്ററലിലൂടെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണേണ്ട വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ നിങ്ങൾ. അപ്പം 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ സിവിലിൽ തന്നെ നിങ്ങൾക്ക് കാണാം ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ കൺസ്ട്രക്ഷൻ ടെക്നോളജി, അതുപോലെ പബ്ലിക് ഹെൽത്ത്, അതുപോലെ വാട്ടർ റിസോഴ്സ്, ഇതിലേത് നിങ്ങൾക്ക് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവിൽ തന്നെ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. അതിൽ 64 വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്കാണ് 28 ജനറൽ, എസ് സിക്ക് 11, എസ് ടിക്ക് 5, ഒ ബി സിക്ക് 14, 6 വേക്കൻസി നമ്മുടെ AWSന്. പിന്നെ PWDന് 3, അതുപോലെ എക്സ്-സർവീസിന് 9 വേക്കൻസി, റിസർവ് വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിലും 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഇവിടെ കാണാം, ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ പവർ സപ്ലൈയിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് കൺട്രോളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡ്യൂറേഷണൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷണൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ള പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 75 വേക്കൻസി ഉണ്ട് ഇതിലേക്ക്. ഇത് ടെലികമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. 28 വേക്കൻസി നിങ്ങൾക്ക് ജനറൽ, 9 വേക്കൻസി നിങ്ങൾക്ക് SC, 7 വേക്കൻസി STക്ക്, OBCക്ക് 23, AWS 8, PWD 3, then എക്സ്-സർവീസിന് 10 വേക്കൻസി, റിസർവ് വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള 60% മാർക്കോടുള്ള ഡിപ്ലോമയാണ്. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല, കുറേ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട് ഇതിലേതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് മതി, ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ 2 വർഷം ഡ്യൂറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 16,000 മുതൽ 47,000 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 464 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജനറൽ 194, SCക്ക് 70, STക്ക് 32, OBCക്ക് 122, ദെൻ OBC NCL, അതുപോലെ AWS 46, PWDക്ക് നിങ്ങൾക്ക് 33, അതുപോലെ തന്നെ എക്സ്-സർവീസിന് 113. അപ്പോൾ PWDയിൽ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഏതൊക്കെ കാറ്റഗറിക്ക് അത് സ്യൂട്ടബിൾ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 10ാം ക്ലാസ്സാണ് ഒന്നാമത്തെ യോഗ്യത. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ SSLC വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രം പോരാ, പ്ലസ് എന്ത് വേണം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ്, ഇവിടെ സ്പെസിഫിക് ആയിട്ട് ട്രേഡ് വരെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അപ്രൻറ്റിഷിപ്പിന് പകരമായിട്ട് 1 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI ആണെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 464 വേക്കൻസി ഉണ്ട്. SSLC ഉണ്ടായിരിക്കണം, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 1 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് ചെയ്തിരിക്കണം. ഇനി അതിൽ അപ്രൻറ്റിഷിപ്പ് നിർബന്ധമല്ല. അപ്രൻറ്റിഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് NCVT ആണെങ്കിൽ SCVT ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ട്രേഡ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിപ്ലോമ നിങ്ങൾ ഈ പറയുന്ന 3 വർഷം എന്നാണല്ലോ അതിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 വർഷം നിങ്ങൾക്ക് +2 അതല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ അവർക്ക് 2 വർഷമാണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ 2 വർഷം ഡ്യൂറേഷൻ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, 2 വർഷം ഡ്യൂറേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ 3 ഇയർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് 2 വർഷത്തെ ഡിപ്ലോമ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. ഇവിടെ കാണാം ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ് ഇതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പോസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സിക്യൂട്ടീവ്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് സിവിൽ ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ഉണ്ട്, പിന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത്രയും പോസ്റ്റുകൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് വെർ ഡിപ്ലോമ ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് വിത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദ റെസ്പെക്റ്റീവ് ഡിസിപ്ലിൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്ക് ഷാൽ ഓൾസോ ബി എലിജിബിൾ ടു അപ്ലൈ. കണ്ടോ, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അതത് ഡിസിപ്ലിനിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 60% മാർക്കോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ എന്ന് പറഞ്ഞല്ലോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ
ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതായി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബി ഓർ ബി ടെക് 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡിപ്ലോമക്ക് പകരം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ജൂനിയർ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, അതായത് CA ഒക്കെ ഉള്ള പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയാണ്. മിനിമം 18 മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ റിസർവ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അത് ഞാൻ പറയാം. ഇനി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 18 to 30 ആണ്. അതിൻ്റെയും ഏജ് മിനിമം 18 മാക്സിമം 30 ആണ്. OBC ആണെങ്കിൽ 33 വയസ്സ് വരെയും, OBC NCL ആണെങ്കിൽ ഇതിൽ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെയും, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ്മെനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് MTS ആണെങ്കിൽ നിങ്ങൾക്ക് 18 to 33 ഏജ് ലിമിറ്റ്. അപ്പോൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ. ഇനി SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWDക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും 10 മുതൽ 15 വർഷം വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പേർക്സ് അലവൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന DA അതുപോലെ HR തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റി, ഗ്രാറ്റുവിറ്റി, ലീവ് അങ്ങനെ തുടങ്ങിയുള്ള ഒട്ടനവധി ഫെസിലിറ്റി അലവൻസ് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് വിവിധ യൂണിറ്റുകളും സ്റ്റേഷനും വിവിധ പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലൊക്കെ കയറിയാൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു പ്രൊമോഷൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രൊമോഷൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കമ്പനി പോളിസി അനുസരിച്ച് നമുക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് നമുക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഇവിടെ കാണാം. ജൂനിയർ മാനേജർ ഫൈനാൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം 2ഉം, അതായത് സ്റ്റേജ് 1ഉം 2ഉം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി സിവിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ആണെങ്കിൽ അത് സിവിൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും SNT ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവില്ല. ബാക്കി എല്ലാം ഉണ്ടായിരിക്കും. സ്റ്റേജ് 1ഉം 2ഉം ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റ്. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ടായിരിക്കും, സ്റ്റേജ് 2 ഉണ്ടായിരിക്കും. പിന്നെ അതിന് കൂടാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റിന്, അതായത് ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊന്നും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. സ്കീം ഓഫ് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 2 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 CBT, സ്റ്റേജ് 2 CBT ആണ്. സ്റ്റേജ് 1 CBT എന്ന് പറയുന്നത് ജസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റാണ്. നമ്മുടെ കുറേ അപേക്ഷകൾ വരില്ല. അപ്പോൾ അതിന് കുറച്ച് ഉദ്യോഗാർത്ഥികളെ അവരെന്ത് ചെയ്യാണ് ഒരു കട്ട് ഓഫ് വെച്ച് സെലക്ട് ചെയ്യാനുള്ള നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് 2ലേക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ് CBT 1 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ CBT 1ൽ നമുക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 90 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ വരുന്ന സ്കീമോടെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, ന്യൂമറിക്കൽ എബിലിറ്റി 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ് 15, ജനറൽ സയൻസ് 15, ദെൻ ലോജിക്കൽ റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് 30, ദെൻ നോളജ് അബൌട്ട് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ടൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക. ഇനി നിങ്ങൾക്ക് CBT 2, അതായത് സ്റ്റേജ് 2ൽ വരുന്നത് നിങ്ങൾക്ക് 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ, MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഈ കാര്യം കണ്ടാൽ മതി. ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 kilograms വെയിറ്റ് ഉള്ള ഒരു വെയിറ്റ് നമ്മൾ 100 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ചെയ്ത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മൾ എവിടെയും അതെന്ത് ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു 1000 മീറ്റർ എന്താണ് 4.15 സെക്കൻഡ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ഓടി എത്താനുണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് മെയിൽ കാൻഡിഡേറ്റ്സ്. ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 20 kilograms വെയിറ്റ് ആണ് അവർ 100 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് 2 മിനിറ്റ് കൊണ്ട് അവർ ക്യാരി ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം വെച്ചാൽ 1000 മീറ്റർ നമ്മൾ 5 minutes and 40 seconds കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓടി എത്തണം എന്നുള്ളതാണ് ഈ ഡിസ്റ്റൻസിലേക്ക് 1000 മീറ്റർ. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സിറ്റിയാണ്. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് എക്സാം സെൻറ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം പോയിട്ട് നിങ്ങൾ എക്സാം എഴുതണം. കേരളത്തിലാണെങ്കിൽ എനിക്ക് അതല്ല ബാംഗ്ലൂരോ ചെന്നൈ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
സെൻറ്റർ ഉണ്ട്, വേണമെങ്കിൽ പോയി എഴുതാം. പിന്നെ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. 3 നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്റ്റേജ് 1ൻ്റെ ടെസ്റ്റ് സെൻറ്ററാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് 2 ആണെങ്കിൽ നമുക്കിതാ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ലിമിറ്റഡ് ആയിരിക്കും സ്റ്റേജ് 2. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അവർക്ക് ഡൽഹി പോകേണ്ടി വരും ടെസ്റ്റിന് കേട്ടോ, ഈ പറയുന്ന PETക്ക്. ഇനി എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ടെസ്റ്റ് ഉണ്ടായിരിക്കുക, പിന്നീടാണ് PET ഉണ്ടായിരിക്കുക. അത് ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് മാത്രമേ PET ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ വീണ്ടും പറയാൻ കാരണം വെച്ചാൽ CK ഇത് കാണുന്ന കുറേ ആളുകളുണ്ടാവും, അവർക്കിത് കത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ജൂനിയർ മാനേജറോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 1000 രൂപയാണ് വരുന്നത്. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ 500 രൂപ അടിച്ചാൽ മതി. ഫീ ഓൺലൈനായിട്ടാണ് അടിക്കേണ്ടത്. എന്നാൽ SC ST PWBD അതുപോലെ എക്സ് സർവീസ്മെൻ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യണം, ഫീ കൊടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓൺലൈനായിട്ട് നിങ്ങളെ ATM കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചെങ്കിൽ ഫീ അടയ്ക്കാൻ പറ്റും. ഇനി SC ST OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കണം. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് SC ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. അത് സെയിം മാതൃകയാണ് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ളത്, അത് മതി. OBC NC ആണെങ്കിൽ അവർ ചെയ്യേണ്ട മാതൃക ഈ ഒരു മാതൃകയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെയിം മാതൃക നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഓക്കെ. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട മാതൃകയാണ്. അപ്പോൾ ഈ സെയിം മാതൃകയിലായിരിക്കണം, എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ആയിരിക്കണം എന്നുള്ളതാണ് താലൂക്ക് നിശ്ചയിച്ചിട്ട് നമ്മൾ വാങ്ങണം കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സിൻ്റെ കുറേ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള തയ്യാറാക്കണം, എന്നാലും നിങ്ങൾക്ക് ആ റിസർവേഷനും ഏജ് റിലാക്സേഷനും മറ്റു പോസ്റ്റ് റിസർവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ DFCCIൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റിൻ്റെ പേരും അതിൻ്റെ സ്ഥലമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയ്ക്കായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യത കേട്ടോ. ഇനി ഇതിൻ്റെ CBT 2ൻ്റെ 120 ക്വസ്റ്റ്യൻ എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ സിലബസ് ആണ് കേട്ടോ, ഓരോ പോസ്റ്റ് വൈസ് സിലബസ് ആണ്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, മറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് പറയുന്നുണ്ട്, 3 ആഴ്ചയുടെ ഉള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. പാസ്വേഡ് കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ചും കൂടെ നല്ലത്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഡാർക്ക് ആയത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 200x220 പിക്സൽ ആയിരിക്കണം ഫയൽ സൈസ്. 50 KBയുടെയും 80 KBയുടെ ഇടയിലായിരിക്കണം, 200x230 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 50 KBയുടെയും 80 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. 200 DPI ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ എഡിറ്റർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് DPI ഒക്കെ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഫയൽ സൈസിലേക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ സിഗ്നേച്ചർ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. 150x60 പിക്സൽ ആയിരിക്കണം. 50 KBയുടെ ഇടയിൽ 80 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 50 KBയുടെ 80 KBയുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ് വേണ്ടത്. സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം, നമ്മുടെ ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ, അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. SC ST OBC EWS അങ്ങനെയുള്ള ഡിസബിലിറ്റി, എക്സ് സർവീസ്മെൻ തുടങ്ങിയുള്ള കാറ്റഗറികളൊക്കെ അപ്ലോഡ് ചെയ്യണം. 100 KBയുടെ 1000 KBയുടെയിലായിരിക്കണം ഫയൽ സൈസ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. നമ്മുടെ GeoCLGലിൻ്റെ ഒഫീഷ്യൽ പേജാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ GeoCLG ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ കാണാം DFCCL പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് കാണാം. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫെബ്രുവരി 16 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ DFCCL എന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. വീണ്ടും ഞാൻ പുതിയ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ അത് മുകളിൽ വരും. ബാക്കിയുള്ള താഴെ പോയി ഡിസപ്പിയർ ആകും. അപ്പോൾ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനിവിടെ DFCCLൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 652 വേക്കൻസി എന്ന് പറഞ്ഞാൽ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണിട്ട്. നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം അവിടെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ കൂടെ കാണാം ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലോഗോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡ് അഡ്രസ്മെൻറ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇൻസ്ട്രക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ലിങ്കാണ്. നമ്മൾ ആദ്യമായിട്ട് വന്നതാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കാണ്. ക്ലോസിംഗ് ഡേറ്റും സ്റ്റാർട്ടിംഗ് ഡേറ്റും കൂടെ വന്ന് 18 ജനുവരി മുതൽ 16 ഫെബ്രുവരി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 18-ാം തീയതി മുതലാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 16, അതായത് നമ്മുടെ റെയിൽവേ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവനിങ് 4 മണി മുതലാണ് ഇത് ഏകദേശം ആക്റ്റീവ് ആകുക. ലിങ്ക് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന സമയം. അപ്പോൾ 4 മണിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആയി വരും കേട്ടോ. ഇന്ന് 18-ന് തന്നെ 4 മണിക്ക് ശേഷം നിങ്ങൾ നോക്കിയാൽ മതി വീഡിയോ. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് തന്നെയായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാകുക. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഓപ്പണായി കാണും. ഇപ്പം എനിക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല, കാരണം എന്താണ്, അത് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം അപ്ലിക്കേഷൻ ഫോം വിൽ ബി അവൈലബിൾ ഫ്രം, നിങ്ങൾക്കൂടെ കാണാം 18/1/2025 കാണാം 16 മണിക്കൂർ മുതലാണ്, അതായത് ഇന്ന് 4 മണി മുതലാണ് അത് ആക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്കത് 4 മണിക്ക് ശേഷം വന്നത് ഇവിടെ ക്ലിയർ ആവും, അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. അതിനനുസരിച്ച് നമ്മൾ ലൈവ് വരികയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. താങ്ക്